ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കും. എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് നൽകിയ പത്രിക സാന്ദ്ര തോമസ് പിൻവലിച്ചു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സോണി തോമസ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. കച്ചാനം തിയേറ്റർ ഉടമയായ സോണി തോമസ് ഫിലിം ചേംബറിലെ നിലവിലെ വൈസ് പ്രസിഡന്റാണ്. സജോ ദേവസിയുണ്ട്. സജോ, ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പിന്റെ അപ്ഡേറ്റുകൾ എന്താണ്? എന്തുകൊണ്ടാണ് സാന്ദ്ര സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചത്? വിനീത, അതായത് ഫിലിം ചേംബർ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ് ഇന്ന് നടന്നത്. അതിൽ കാര്യമായ പത്രിക തള്ളുന്നതടക്കമുള്ള വിവാദങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. സജി നന്ദ്യാട്ടിന്റെയും സാന്ദ്ര തോമസിന്റെയും കാര്യത്തിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ വരണാധികാരി അവരുടെ പത്രിക സ്വീകരിക്കുകയാണ് ചെയ്തത്. സജി നന്ദ്യാട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്കും സാന്ദ്ര തോമസ് സെക്രട്ടറി പദവിയിലേക്കുമാണ് മത്സരിക്കുന്നത്. അവർ രണ്ട് പദവികളിലേക്ക്, അതായത് ഏതെങ്കിലും കാരണവശാൽ അയോഗ്യത മറ്റോ വന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കൂടി മത്സരിക്കുക എന്ന നിലയ്ക്കായിരുന്നു ക്രമീകരണം ഉണ്ടായിരുന്നത്. അത് പിൻവലിച്ചു. സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്നെ മത്സരിക്കും. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നിർമ്മാതാക്കളുടെ സംഘടനയിൽ സുതാര്യമായ തിരഞ്ഞെടുപ്പ് നടന്നില്ല, അവിടെ വലിയ അനീതി നേരിടുകയാണ് ചെയ്തത്. ഇവിടെ പക്ഷേ പത്രിക സ്വീകരിച്ചു. അതിൽ സന്തോഷം. സുതാര്യമായ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഫിലിം ചേംബറിന്റെ കാര്യത്തിലുണ്ട്. അതായത് പ്രൊഡ്യൂസേഴ്സ്, എക്സിബിറ്റേഴ്സ് അടക്കമുള്ള വിവിധ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു സിനിമാ സംഘടനകളുടെ ഒരു അപ്പെക്സ് ബോഡിയൊക്കെ ആയി പരിഗണിക്കാൻ കഴിയുന്ന വിതരണക്കാരും നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും ഉൾപ്പെടുന്ന ബോഡിയാണ്, അല്ലെങ്കിൽ അങ്ങനെ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട അപ്പെക്സ് ബോഡിയായി പരിഗണിക്കപ്പെടുന്ന സംഘടന കൂടിയാണ് ഫിലിം ചേംബർ. അവിടെ മത്സരിക്കാൻ കഴിയും. അങ്ങനെ ഒരു ആത്മവിശ്വാസമുണ്ട്. മികച്ച മത്സരം പുറത്തെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവർ പറയുന്നു. ഒപ്പം സ്ത്രീകൾക്ക് കൂടുതൽ ഇടം നേടിയെടുക്കാനുള്ള ശ്രമം തുടരുമെന്ന് പറയുന്നു. സജി നന്ദ്യാട്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ അനിൽ തോമസിനെതിരെ ആരോപണം ഉന്നയിച്ചെങ്കിലും പത്രിക സ്വീകരിച്ചു. ഇനിയിപ്പോൾ അടുത്ത നടപടികളിലേക്ക് 27-നാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. അതുവരെ ഈ കാര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ മറ്റാരോപണങ്ങൾ, ഈ തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ആരോപണം മറ്റാരും ഉന്നയിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ശരി, സജോയാണ് വിവരങ്ങൾ നൽകിയത്.